ഇഡ്ഡലികളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഞ്ചീപുരം ഇഡ്ഡലി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. അത് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത്രയും 7 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ആദ്യം ഉഴുന്ന് നന്ന മിനുസായിട്ട് അരച്ചെടുക്കണം. പിന്നീട് അരിയും ഉലുവയും അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ നല്ലെണ്ണ. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതൊരു 7 to 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. ഇപ്പം ഞാൻ ഇവിടെ രാത്രി ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതാതെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇഡ്ഡലി നന്നായി സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഗ്ലാസ്സിലാക്കിയിട്ട് നമുക്കിത് ഇഡ്ഡലി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതിന് കുറച്ച് നല്ലെണ്ണ തടവിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കാഞ്ചീപുരം ഇഡ്ഡലി തയ്യാറാവും. ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടർത്തിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് കൂടെ സാമ്പാറും ചട്നിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.